ഹലോ, രണ്ടാഴ്ച മുന്നെയാണ് ജെഇ അഡ്വാൻസ്ഡ് എക്സാമിന് തേർഡ് അറ്റംപ്റ്റും കൂടെ അലൗ ചെയ്തു എന്ന് പറയുന്ന പുതിയൊരു ന്യൂസ് വന്ന് നമ്മളെല്ലാവരും ഷോക്കിംഗ് ആയിട്ട് അത് അറിഞ്ഞത്. അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ മേ ബി ഓൾറെഡി പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. NIT പഠിക്കുന്നവരടക്കം ഒന്നുകൂടെ എഴുതിയാലോ എന്ന് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. എന്നാൽ വീണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്, ആ ഡിസിഷനിൽ നിന്ന് നമ്മുടെ ജെഇ അഡ്വാൻസ് നടത്തുന്ന ടീം അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റി തിരിച്ചു പോയിരിക്കുകയാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ വലിയൊരു മാറ്റം തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യം ഞാൻ ആ ന്യൂസ് എന്താണെന്ന് പറയാം. നമുക്കറിയാം 5 ക്രൈറ്റീരിയകളാണ് ഞാൻ അന്നത്തെ ലൈവിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലെ ക്രൈറ്റീരിയ നമ്പർ 3 മാറ്റം വന്നിട്ടുള്ളത്. എ കാൻഡിഡേറ്റ് ക്യാൻ അറ്റംപ്റ്റ് ജെഇ അഡ്വാൻസ്ഡ് മാക്സിമം ഓഫ് 2 times in 2 consecutive years. സോ ബേസിക്കലി പഴയതുപോലെ തന്നെ +2ന്റെ കൂടെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് 1 വർഷം റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. അതിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാണ്. 2 ആഴ്ചത്തെ സമയമാണ് എടുത്തത്. ഇത്രയും വലിയൊരു ന്യൂസ് വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നത് ഒരു 18ഓളം വർഷമായിട്ട് നമ്മൾ ഈ ഒരു 2 അറ്റംപ്റ്റിലാണ് എക്സാം നടന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു വലിയ മാറ്റം വന്ന് 3ാമതൊരു അറ്റംപ്റ്റ് അലോ ചെയ്തു. അതിനെ പോസിറ്റീവായിട്ടും അല്ലാതെയൊക്കെ കണ്ട ആളുകളുണ്ട്. പക്ഷേ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഏതൊരു എൻട്രൻസ് എക്സാമിനും നമ്പർ ഓഫ് ലിമിറ്റ് എന്തായാലും വേണം. അതിൽ തേർഡ് അറ്റംപ്റ്റ് വന്നു എന്നുള്ളത് അത്ര മോശം കാര്യമല്ല. കാരണം ഒരുപാട് കുട്ടികൾക്ക് എന്താ പറയുക, പാവപ്പെട്ട ഫാമിലിയിലുള്ള കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ സമയം വേണം പഠിച്ചെത്താൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഈക്വൽ റിസോഴ്സ് അല്ലല്ലോ ഉള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പോകും ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് സെൻറ്റേഴ്സ് ഒന്നും എല്ലാ സ്റ്റുഡൻസിനും ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു അറ്റംപ്റ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത്തരം സ്റ്റുഡൻസിന് 1 വർഷം കൂടി ഇതിനു വേണ്ടി ശ്രമിക്കാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ന്യൂസ് വന്നു. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഓൾറെഡി വന്ന് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പല ആളുകളും പാരൻസും എത്തിയിട്ടുണ്ടാകും. എന്നിട്ട് ഇപ്പോൾ കൃത്യം 2 ആഴ്ച കഴിഞ്ഞ് ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ് പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആദ്യം അവർ തേർഡ് അറ്റംപ്റ്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്തു, 2 ആഴ്ച കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തിരിച്ചു പോകാനുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതിനുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ, ഇങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു ഷോക്ക്, ഒരു ഡബിൾ ഷോക്ക് നമുക്ക് എന്തിന് ഈ വർഷം തന്നു എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. ആൻഡ് അപ്പം ഇനി നമ്മൾ പഴയ പോലെ പോവാണ്. അതായത് ജെഇ അഡ്വാൻസ് സ്വപ്നം കാണുന്ന കുട്ടികൾ, നിങ്ങൾക്ക് 2 അവസരമേ ഉള്ളൂ. ഒന്ന് +2ന്റെ കൂടെ നേടിയെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ 1 വർഷം റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. ആ അവസരത്തിലും എഴുതിയെടുക്കുക എന്നുള്ളത്. ഈ വർഷം തന്നെ ഒരുപാട് നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസും അതുപോലെ തന്നെ NIT പഠിക്കുന്നവരടക്കം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ച ആളുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷം 3 അവസരം വളരെ ലേറ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു അവസരം വന്നത് എന്ന് ആലോചിച്ചിട്ട് വിഷമിച്ച ആളുകളുണ്ടാകും. ബാക്കി ക്രൈറ്റീരിയകളൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എല്ലാം സെയിം ആണ്. +2 എക്സാമിനേഷൻ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കണം, 24-ലോ 25-ലോ ആയിരിക്കണം എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ അതിൽ തന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് കാര്യങ്ങൾ കാൻഡിഡേറ്റ്സ് ഷുഡ് ഹാവ് ബീൻ ബോൺ ഓൺ ഓർ ആഫ്റ്റർ October 1, 2000. 5-year ഏജ് റിലാക്സേഷൻ ഈസ് ഗിവൺ ടു SC, ST ആൻഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. ജെഇ മെയിലെ പെർഫോമൻസ് വെച്ചിട്ടാണ് നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യുക. ഇതിലൊന്നും ഒരു മാറ്റമില്ല. ഈ ഒരു നമ്പർ ഓഫ് അറ്റംപ്റ്റിൽ മാത്രമാണ് മാറ്റം. അതൊന്ന് അറിയിക്കാമെന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ പറയുക. ആൻഡ് ജെഇ ആസ്പിറൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ട് സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം.